ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മോഷണങ്ങൾ തുടർക്കഥയാവുകയാണ്. പൂട്ടിയിട്ട വീടും ആളുള്ള വീടും അടക്കം കള്ളൻ കയറി വൻ കവർച്ചകൾ നടക്കുന്നു. ആദ്യം ഒരു വൻ കവർച്ചയുടെ വാർത്തയിലേക്കാണ്. കാസർഗോഡേക്കാണ്. പൂച്ചക്കാട് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച. പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് കവർന്നത് 50 പവൻ സ്വർണം, വർജ്യാഭരണങ്ങളും പണവുമാണ്. ബേക്കൽ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രവാസിയുടെ കുടുംബം ബന്ധുവീട്ടിൽ പോയ തക്കം നോക്കിയാണ് കള്ളന്റെ വൻ കവർച്ച. പൂച്ചക്കാട് മസ്ജിദിന് സമീപത്തെ അബ്ദുൽ മജീദിന്റെ വീട്ടിൽ നിന്നാണ് 50 പവനും 50,000 രൂപയും കവർന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് മോഷണം പോയത്. അബ്ദുൽ മജീദ് പ്രവാസിയാണ്. ഭാര്യയും മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇവർ പൂച്ചക്കാട് തന്നെയുള്ള ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം നടന്നത്. വീട്ടിലുണ്ടായിരുന്ന 50ഓളം പവൻ കവർച്ച ചെയ്തിരിക്കുകയാണ്. ബേക്കൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ബേക്കൽ SHO ASP ശിവൻ സാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കവർച്ചക്കാരെ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെ ഇവരുടെ 12 വയസ്സുള്ള മകൻ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവാതിൽ പൊളിച്ച നിലയിലായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണുണ്ടായത്. ബെഡ്റൂം വാതിലിന്റെ പൂട്ടും തകർന്ന നിലയിൽ കണ്ടെത്തി. തൊട്ടടുത്ത വീട്ടിൽ നിന്നെടുത്ത പിക്കാസ് ഉപയോഗിച്ച് മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് കള്ളന്മാർ അകത്തു കയറിയത്. വിവരമറിഞ്ഞ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി. വീട്ടിൽ CCTV ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.